ദുര്യോധനൻ കർണനെ അംഗരാജാവായി പ്രഖ്യാപിച്ചതോടെ കർണൻ അഭിമാനത്തിലും നന്ദിയിലും നിറഞ്ഞിരുന്നു. പുതിയ രാജകീയ പദവിയോടെ കർണൻ മത്സരത്തിൽ പങ്കെടുത്ത് അർജുനനോട് നേരിടാൻ അവകാശം ലഭിച്ചു. ജനക്കൂട്ടം ഭിന്നതയോടെ കർണനും അർജുനനും തമ്മിലുള്ള പോരാട്ടം ആവേശത്തോടെ കാത്തിരുന്നു. രണ്ട് അമ്പെയ്ത്തുകാരും പരസ്പരം കടുത്ത വെല്ലുവിളി നൽകാൻ സന്നദ്ധരായിരുന്നു. പോരാട്ടം അമ്പെയ്ത്തിന്റെ നയത്തിലും കഴിവിലും ആരംഭിച്ചു. അർജുനൻ തന്റെ കൃത്യതയ്ക്കായി പ്രശസ്തനായിരുന്നതും അതിശയകരമായ കാഴ്ചതീരവത്തിൽ അമ്പുകൾ തൊടുത്തപ്പോൾ കർണൻ തന്റെ ധനുഷുമായി ഓരോ ആക്രമണവും അത്ഭുതകരമായ ചാപല്യത്തോടെ തടഞ്ഞു. പോരാട്ടം കടുത്തതായിരുന്നുവെങ്കിലും രണ്ടുപേരും പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഓരോ നീക്കത്തിലും ഒരുമിച്ച് നിന്ന ഈ രണ്ടുപേരെ കാണാനായി ജനക്കൂട്ടം അതിശയത്തോടെ നോക്കി. പോരാട്ടം കടുത്തതോടെ പാണ്ഡവരുടെ അമ്മയായ കുന്തി കർണനെക്കുറിച്ച് ഒരു പ്രത്യേകത ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ കവചവും കുണ്ടലവും പ്രകാശം വിട്ടു. അത് കുഞ്ഞായിരിക്കുമ്പോൾ തനിക്ക് നൽകിയ ദിവ്യവരങ്ങളാണെന്ന് കുന്തിയെ ഓർമ്മിപ്പിച്ചു. അവശേഷിക്കുന്നത് നിർവികാരമായിരുന്ന കുന്തിയെ വെറുമൊരു യാഥാർത്ഥ്യം മറികടന്നു. കർണൻ ആ ദിവ്യവരങ്ങൾ കൈപ്പറ്റിയ തന്റെ ആദ്യ ജന്മപുത്രനാണെന്ന്. പോരാട്ടത്തിന്റെ ചൂടിൽ ഇടപെടാൻ കഴിയാതെ കുന്തിയുടെ മനസ്സ് മുറിപ്പെടുകയും തന്റെ രണ്ട് മക്കളും പരസ്പരം യുദ്ധം ചെയ്യുന്നതിൽ വേദന അനുഭവിക്കുകയും ചെയ്തു. എന്നാൽ പോരാട്ടം അവസാനിക്കാൻ മുമ്പ് സൂര്യൻ അസ്തമിക്കുമ്പോൾ മത്സരത്തിന്റെ നിയമപ്രകാരം പോരാട്ടം അവസാനിപ്പിക്കപ്പെട്ടു. ആ ദിവസം കർണനും അർജുനനും തമ്മിലുള്ള പോരാട്ടം അവസാനിക്കാതെ നിലച്ചു.